റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. ഹൈക്കോടതി അഭിഭാഷകനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ഒറ്റപ്പാലം സ്വദേശി RP ശ്രീനിവാസനെയാണ് മുംബൈ കമ്മീഷണറുടെ ഓഫീസ് നിന്നെന്ന നിലയിൽ വിളിച്ചു ഭീഷണിപ്പെടുത്തിയത്. അഭിഭാഷകന്റെ ബാങ്ക് അക്കൗണ്ട് വഴി 25 ലക്ഷം രൂപയുടെ നിയമവിരുദ്ധമായ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കാൻ വ്യക്തിപരമായ രേഖകൾ കൈമാറണമെന്നായിരുന്നു നിർദ്ദേശം. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് രേഖകൾ എന്നിവ കൈമാറണമെന്നായിരുന്നു ആവശ്യം. ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ ഉടനെ തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫർണിഷ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ICICI ബാങ്കിലെ അക്കൗണ്ടും ഇല്ല, ഞാൻ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ICICI ബാങ്കായിട്ട് നടത്താറില്ല, പിന്നെ ഞാൻ ഇതിനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ആധാർ നമ്പർ തരൂ, ആധാർ നമ്പർ വെച്ചിട്ട് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പം എന്തിനാണ് ആധാർ നമ്പർ നിങ്ങൾക്ക് തരുന്നത്? എങ്കിൽ നിങ്ങളുടെ പാൻ നമ്പർ തരും, നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഇത് മറച്ചു വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെ നമ്പറെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് വെച്ചാൽ നിങ്ങളത് വെച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ പുള്ളി വീണ്ടും എന്നെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എൻ്റെ ആധാർ നമ്പറിലെ അവസാന 4 അക്ക നമ്പർ പറയുകയാണ്. എന്നിട്ട് പറയണത് എൻ്റെ ബാക്കി നമ്പറുകൾ പറയൂ. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഫോണിലേക്ക് ഒരു OTP വരും, ഇത് വെച്ചൊന്ന് ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിനോട് തർക്കിച്ച് നിന്ന സമയത്ത് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ പേരിൽ വേറെ വല്ലവരും ചെയ്തതായിരിക്കും, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്, അല്ല നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ട്രാപ്പിൽ പെടുത്തുക എന്നാണ് ഉദ്ദേശം. മാത്രമല്ല അതിൽ കുറച്ചൊരു വെർച്വൽ അറസ്റ്റിൻ്റെ ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു. മുംബൈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫോൺ വിളിയെന്നായിരുന്നു തട്ടിപ്പുകാരുടെ വിശദീകരണം. തന്റെ അക്കൗണ്ട് വഴി ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കിയതോടെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടാകുമെന്നായി തട്ടിപ്പുകാർ. അതിന് താൻ ഉത്തരവാദിയല്ലെന്നും രേഖകൾ ആവശ്യമെങ്കിൽ നിയമാനുസൃതം നോട്ടീസ് അയക്കണമെന്നും അഭിഭാഷകൻ വിശദീകരിച്ചു. നിയമപരമായ ബാധ്യത താങ്കൾക്കാണെന്ന് തട്ടിപ്പുകാർ അറിയിച്ചതോടെ നിയമപരമായി നേരിട്ടോളാമെന്ന് പറഞ്ഞാണ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചതെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. കുറച്ചൊരു പർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് നമ്പറുകളെല്ലാം ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എവിടെയോ വായിച്ച അറിവിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉടനെ തന്നെ അവരോട് റെസ്പോണ്ട് ചെയ്യുകയും എന്ത് ആക്ഷൻ കാണിച്ചെടുത്തോളൂ, ഇല്ലെങ്കിൽ എനിക്കതിന് നോട്ടീസോ മറ്റു കാര്യങ്ങളോ അയക്കും, ഐ എം എ പ്രാക്ടീസിംഗ് ലോയർ, ഐ വിൽ ഫേസ് ഓൾ ദ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇംഗ്ലീഷിലായിരുന്നു സംഭാഷണം. പിന്നീട് ഫോൺ നമ്പർ സഹിതം സൈബർ പോലീസിൽ പരാതി നൽകി. ചക്ഷു പോർട്ടലിലും പരാതി നൽകി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.